യൂട്യൂബില് നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു അടിപൊളി ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ ഓപ്ഷൻ അല്ല, 3 ഓപ്ഷൻസ് ഉണ്ട്. വളരെ യൂസ്ഫുൾ ആണ്, ഒന്ന് ചെയ്ത് നോക്കൂ. യൂട്യൂബിൽ ഇത്രയും കാലം ഇത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് നമ്മൾ നോക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യൂട്യൂബില് അപ്ഡേഷൻസ് ഒക്കെ വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത്. പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക, ഏറ്റവും മുകളിൽ സെർച്ച് ഓപ്ഷനിൽ യൂട്യൂബ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന്റെ നേർക്ക് കാണുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ഇവിടെ കാണിക്കും. അങ്ങനെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ഇല്ലാത്തവർക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണിക്കുക. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വളരെ അതിശയപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് യൂട്യൂബിൽ ഏറ്റവും താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും മുകളിൽ ഗിയർ ഐക്കൺ കാണാം, ഒരു സെറ്റിംഗ്സിന്റെ ഗിയർ ഐക്കൺ. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഈ ഓപ്ഷനിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് പല നോട്ടിഫിക്കേഷൻസ് യൂട്യൂബിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പലരും പല വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് വരും. അതേപോലെ നമ്മൾ ഏതെങ്കിലും വീഡിയോന് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ഒക്കെ നമുക്കത് വരും, നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടില്ല, ഇവിടെ ഡെയിലി ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഡെലിവറി ടൈം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് രാത്രി ഏകദേശം ഒരു 8 മണി 9 മണി ആ ഒരു സമയത്തേക്കാണ്, ഒരു 10 മണി സമയത്തേക്കാണ് നിങ്ങൾ ഫ്രീ ആവുന്നതെങ്കിൽ ആ ഒരു സമയത്തേക്ക് ഇവിടെ നിന്ന് ആ ഒരു ടൈം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുക. ഒരു 10 മണി, രാത്രി 10 മണിയുള്ള സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം സെറ്റ് ചെയ്യാം. ഞാനൊരു 10 മണി കാണിക്കാണ്. അപ്പം ആ 10 മണി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ താഴെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിൽ നിന്ന് വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും, പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരിക ഈ ഒരു 10 മണിക്ക് മാത്രമായിരിക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഇവിടെ ടൈം മാനേജ്മെന്റ് പറയുന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ എത്രത്തോളം ടൈം നമ്മൾ യൂട്യൂബില് ഷോർട്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, യൂട്യൂബിൽ എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ തൊട്ട താഴെയായിട്ട് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ സമയം വല്ലാതെ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. ഇവിടെ നമുക്ക് ഇവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും പറയുന്നുണ്ട്. ആ സ്റ്റാർട്ട് ടൈമിലും എൻഡ് ടൈമിലും നിങ്ങൾ ഏത് ടൈമിനാണ് നിങ്ങൾ യൂട്യൂബ് കാണാൻ ഏകദേശം രാത്രി 9 മണിക്കോ 10 മണിക്കൊക്കെയാണ് സാധാരണ തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ട് ടൈമിൽ എന്ത് ചെയ്യാം, ആ ഒരു ടൈം നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ സെറ്റ് ടൈം കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് എൻഡ് ടൈം, നിങ്ങൾ എപ്പോഴാണോ യൂട്യൂബിൽ വീഡിയോ കണ്ട ഏകദേശം ഉറങ്ങാൻ വേണ്ടിയുള്ള ഒരു സമയം ഒരു 11 മണിയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് 11 മണി എന്നുള്ള ആ ഒരു സമയം കൂടി സെറ്റ് ചെയ്യുക. മറന്നു പോരുത്. അതിന്റെ തൊട്ട താഴെയായിട്ട് ഒരു പുതിയൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ആ ഒരു ഓപ്ഷനിൽ എന്താന്ന് പറഞ്ഞാൽ 11 മണിക്ക് നിങ്ങൾ കാണുന്ന ഒരു വീഡിയോയിൽ ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾക്ക് അധികം കാണാനുണ്ടെങ്കിൽ ആ വീഡിയോ കഴിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ട താഴെയായിട്ട് ഒരു പുതിയൊരു ഓപ്ഷനും കൂടി താഴെയുണ്ട്. താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമ്മൾ ആ ഒരു ടിക്കും കൂടി കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു 11 മണി കഴിഞ്ഞാലും നിങ്ങൾ കാണുന്ന വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ റിമൈൻഡർ വരുള്ളൂ, കിടന്നുറങ്ങാനുള്ള സമയമായിട്ടുള്ളത്. അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇനി അതിനേക്കാളും ഒരു ഉഷാറായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഏറ്റവും ലാസ്റ്റ് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെയിലി ലിമിറ്റ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്സ് ആണ് നമ്മളെ ഫോണിൽ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ ഫുൾ ടൈം ഷോർട്സ് ആയിരിക്കും നമുക്ക് കാണുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഞാനത് പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ലേ, ഞാനൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത സമയത്ത് മുകളിൽ ഒരു 4 ഷോർട്സ്, കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെയും 4 ഷോർട്സ്, ഇങ്ങനെ ഷോർട്സ്. അപ്പൊ നമ്മൾ ഈ ഷോർട്സ് കണ്ട് നമ്മളെ സമയം വല്ലാതെ അങ്ങനെ വേസ്റ്റ് ആയി പോകും. അപ്പൊ നമുക്ക് ഷോർട്സ് നമുക്ക് വേണ്ടാന്ന് വിചാരിക്കും, അല്ലെ ഷോർട്സിന്റെ ടൈം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് ഡെയിലി ടൈമിന്റെ അവിടെ ഉണ്ടല്ലോ, ഇവിടെ റീൽസിന്റെ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്സ് ഫീഡ് ലിമിറ്റിൽ നമുക്ക് 0 ആക്കി കൊടുക്കാം. ഇനിയിപ്പോ വേണമെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അത്ര ടൈം മാത്രം ഷോർട്സ് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ 0 കൊടുത്തു. 0 കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോർട്സ് പോലും പിന്നീട് യൂട്യൂബിൽ വരില്ല. നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് ഷോർട്സ് കാണുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് എന്നുള്ള ആക്കി കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫോട്ടോ കൊടുക്കുന്ന സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അവർ ഷോർട്സ് കണ്ടിരിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ